നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഇരട്ടത്തലാരും ബാഗൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, എങ്ങോട്ടോ ദൂരയാത്രയ്ക്കുള്ള ഒരു പ്രിപ്പറേഷനാണെന്ന്. നിങ്ങൾക്ക് തെറ്റിയില്ല കേട്ടോ, എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഏകദേശം 3 മണി ആയിട്ടേ ഉള്ളൂ. എന്തായാലും പ്രഭാതത്തിൽ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ വണ്ടി കുറച്ച് അധികം നേരം ഓടാനുണ്ട്. ഈ യാത്രയിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. രാമനാട്ടുകര വഴിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അതിരാവിലെ പരിചയമില്ലാണ്ട് എഴുന്നേറ്റുകൊണ്ടായിരിക്കണം എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയും തുടങ്ങി, ഉറക്കം വരാനും തുടങ്ങി. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് കണ്ട ഒരു ചായക്കടയിൽ നിർത്തി ചൂട് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ചേട്ടൻ അവിടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത യാത്ര തുടർന്നത്. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? കേരളത്തിലെ യുണീക്കായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്. മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന മൗണ്ടെയിൻസ്, പച്ച താഴ്വാരങ്ങളും പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ, നീല തടാകങ്ങളും പിന്നെയോ നിബിഡമായ കാടുകളും. പ്രകൃതിയുടെ സ്പ്ലെൻഡിഡ് ബ്യൂട്ടി വിളിച്ചറിയിക്കുന്നവളാണിവൾ. അതെ, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലേക്ക്. വണ്ടിയിൽ കയറി കുറച്ച് യാത്ര കഴിഞ്ഞതേ ഉള്ളൂ. ചായയെല്ലാം കുടിച്ചതിന് ശേഷം കുട്ടികളെല്ലാം കിടന്നുറങ്ങി. രാത്രിയിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ നാഷണൽ ഹൈവേസിലൊക്കെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ഹെവി ലോഡ്സുമായിട്ട് പോകുന്ന ലോറികൾ മാത്രമാണ്. അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. എത്ര തന്നെ ഉറക്കമൊഴിഞ്ഞ് വണ്ടി ഓടിച്ചാലും പ്രഭാതമാകുമ്പോൾ ആ സൂര്യകിരണങ്ങൾ ഏറ്റു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു പ്രഭാതം ഉണരുകയായി. നേരം വെളുത്തു കഴിഞ്ഞാൽ വീട്ടിലായാലും യാത്രയിലായാലും ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നാണല്ലോ. ആ ചിന്തയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഹോട്ടൽസ് എല്ലാം തുറന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. ഹോട്ടൽ പത്താൻ. ഷാറുഖ് ഖാനെയും ദീപിക പത്കോണിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ ഒന്നും നോക്കാതെ അവിടെ തന്നെ ഇറങ്ങി. ആസ്വാദികരമായിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു. ഒരു പ്ലേറ്റ് നിറച്ച് പൂരി കഴിച്ചു. വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഒരു പ്ലേറ്റിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു ഓരോ പൂരിക്കും. യാത്രക്കിടയിൽ രുചികരമായ ഫുഡും നല്ല വൃത്തിയുള്ള ഹോട്ടലും കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഇവിടെ നല്ല വൃത്തിയുണ്ടായിരുന്നു, നല്ല രുചികരമായിട്ടുള്ള ഫുഡും. ഈ ഹോട്ടലും കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. താമരശ്ശേരിയിലെ കാരാടി എന്നുള്ള സ്ഥലത്താണ് ഹോട്ടൽ പത്താൻ. അങ്ങനെ വയറ് നിറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഉണർച്ചയായി. നമ്മൾ യാത്രകൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ പോകുന്ന സ്ഥലത്ത് മാക്സിമം എൻജോയ് ചെയ്യണമെന്ന്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായി യാത്ര ചെയ്യുമ്പോഴോ, അവരുമായി ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചെറിയ നുറുങ്ങ് കോമഡികളും സംഭാഷണങ്ങളുമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ കാണുന്നത് ചെറിയ കാഴ്ചകൾ ആയിരുന്നാൽ പോലും സന്തോഷത്തോടെ അത് മനസ്സിൽ പതിയുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, റിലാക്സ്ഡായി മറ്റെല്ലാം മറന്ന്, അത് കുറച്ച് സമയമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ചിന്തകളിലും സംഭാഷണത്തിലും സന്തോഷത്തിലും അലിഞ്ഞു ചേർന്ന് ഒരു ഭാഗമായിക്കൊണ്ടുള്ള യാത്ര. അങ്ങനെ വയനാട്ടിലേക്കുള്ള യാത്ര അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വയനാടിന് എങ്ങനെയാണ് ആ പേര് വന്നത്? വയൽനാട് അല്ലെങ്കിൽ ദ ലാൻഡ് ഓഫ് ദ പാഡി ഫീൽഡ്സ്. കർണാടകയുമായിട്ട് കൂടുതലും ചരിത്രം പങ്കിട്ടുകൊണ്ടാണ് അന്നും ഇന്നും എന്നും സുന്ദരിയായിരിക്കുന്നു നമ്മുടെ വയനാട്.
പലപ്പോഴും ടൂറിസ്റ്റുകളെല്ലാം തന്നെ സൗത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കേരളമാണ്. എന്നാൽ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന വയനാട്ടിലേക്കാണ് കൂടുതൽ സഞ്ചാരികളും വരുന്നത്. അറബ്സിന്റെ ഇടയിലും നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായം അടിപൊളി എന്നാണ്. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ അത് വയനാടാണ്. അങ്ങനെ സിറ്റിയുടെ ഒരു ബിസി ലൈഫിൽ നിന്നെല്ലാം മാറി നല്ല തണുത്ത ഒരു ക്ലൈമറ്റിലേക്ക് എത്തിപ്പെടുകയാണ്. വർഷത്തിലെ എല്ലാ സമയവും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമറ്റാണ് വയനാട്ടിലേത്. എന്നാലും സഞ്ചാരികൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. അപ്പോഴാണെങ്കിലോ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകാറുണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട വൺ ഓഫ് ദ ലെജൻഡ് കുതിരവട്ടം പപ്പുവിൻ്റെ ഒരു ഫേമസ് ഡയലോഗിലൂടെ ആയിരിക്കാം നമുക്ക് ഏവർക്കും ഈ ഒരു ചുരം ഏറെ പരിചിതമായത്. താമരശ്ശേരി ചുരം ഓർക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു മലയാളി ഉണ്ടാവില്ല. കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളിലൂടെ ഏകദേശം 800 മീറ്റർ ഹൈറ്റിൽ വളഞ്ഞു കിടക്കുന്നതാണ് താമരശ്ശേരി ചുരം. ഇനി നമുക്ക് വയനാട്ടിലെ പ്രമുഖ നഗരമായിട്ടുള്ള സുൽത്താൻ ബത്തേരിയിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. സുൽത്താൻ ബത്തേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൈസൂരിലെ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ മലബാർ ഏരിയകളിലേക്കൊക്കെ കടന്നു കയറിയപ്പോൾ ഈ ഓൾഡ് ജെയിൻ ടെമ്പിളിലാണ് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും ആയുധശേഖരവും എല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സുൽത്താൻസ് ബാറ്ററി എന്നുള്ളത് കാലക്രമേണ ജനങ്ങൾ പറഞ്ഞ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നു. അങ്ങനെ മോർണിംഗ് ടൈമിൽ താമരശ്ശേരി ചുരത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഒരുപാട് ചുരങ്ങളുണ്ട്. അതിലെ ഏറ്റവും ഉയരം കൂടിയ ചുരം താമരശ്ശേരി ചുരം തന്നെയാണ്. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഫാസ്റ്റസ്റ്റ് മൗണ്ടൻ പാസിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് നന്ദിയോടെ കരിന്തണ്ടനെ ഓർത്തു പോകും. അദ്ദേഹമാണല്ലോ ഈ ഒരു റോഡിന്റെ അലൈൻമെന്റ് കണ്ടുപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അന്ന് കരിന്തണ്ടൻ ഈ മലഞ്ചെരിവിലൂടെ ആട് മേച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വഴി ഉണ്ടാവില്ലായിരുന്നു. താമരശ്ശേരി ചുരത്തിൽ 9 പ്രധാന ഹെയർ പിൻ ബെൻസ് ആണ് ഉള്ളത്. ഇനി ഈ ഹെയർ പിൻസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? മറ്റു സ്ഥലങ്ങളിലെ ഹെയർ പിന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ ഓരോ ഹെയർ പിൻസും മലയുടെ എഡ്ജിലൂടെയാണ് തിരിഞ്ഞു കയറുന്നത്. ഏകദേശം ഇപ്പോൾ 8 മണി ആയതേ ഉള്ളൂ. ഏകദേശം 9 മണിയോട് കൂടിയാണ് നമ്മൾ സുൽത്താൻ ബത്തേരി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. വഴിയിലെ കാഴ്ചകളെല്ലാം നിർത്തി ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര.
ആയിരിക്കാം വഴിയിൽ വെള്ളച്ചാട്ടങ്ങളൊന്നും അധികം കാണാൻ കഴിഞ്ഞില്ല. ഇനി നമ്മുടെ മങ്കിക്കുട്ടന്മാരിപ്പുണ്ട് കേട്ടോ. വഴിയിലുടനീളം അവരുടെ തന്നെ ഒരു ഏരിയയാണ്. സുഖകരമായ കാഴ്ചയിലും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കേട്ടോ. തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ അമ്മ വേസ്റ്റ് പറക്കി തിന്നുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന് കാരണം നമ്മൾ തന്നെയല്ലേ? നമ്മളോട് തന്നെ കുറ്റബോധം തോന്നുന്ന ഒരു കാഴ്ച. വഴിയിലുടനീളം ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കറിയാവുന്ന ഏത് ഭാഷയിൽ എഴുതി വെച്ചാലും അത് കണ്ടാലും വായിച്ചാലും മനസ്സിലാക്കാതെ അശ്രദ്ധമായി വലിച്ചെറിയപ്പെടുന്ന വേസ്റ്റുകളാണ് ഇതിന് കാരണം. നമ്മൾ വെൽക്കം ടു വയനാട് എന്നുള്ളൊരു ബോർഡ് കണ്ടു. എന്താണെന്നറിയില്ല, മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. സുൽത്താൻ ബത്തേരിയിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്താറായി. ലാസ്റ്റ് നമ്മുടെ ഹോട്ടൽ മിൻ ഫ്ലോറിൽ എത്തിയിട്ടോ. പപ്പയുടെ കൂടെ മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെയും ഫാമിലിയെയും കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ യാത്ര. ഇദ്ദേഹമാണ് മിസ്റ്റർ ഡേവിസ്. അങ്ങനെ വളരെ വിലയേറിയ ഒരു സുഹൃത്ത് സംഗമത്തിനും കൂടി ഞങ്ങൾ സാക്ഷിയായി. ഇദ്ദേഹത്തിൻ്റെ തന്നെ റിലേറ്റീവിൻ്റെ ഹോട്ടലാണ് ഹോട്ടൽ മിൻ ഫ്ലോർ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട് സന്ദർശിക്കാൻ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോട്ടൽ മിൻ ഫ്ലോർ. ഇവിടുത്തെ സർവീസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. താങ്ക് യു ഡേവിസ് അങ്കിൾ ആൻഡ് മിൻ ഫ്ലോർ ഗ്രൂപ്പ്.
ഏകദേശം 6 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഈ ഹോട്ടലിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ഈ യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരൂ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടുഡേ സൈനിങ് ഓഫ് 777 at Jack Jones.